ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രൂ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രസവ സമയത്ത് എല്ലാ ഗർഭിണികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രസവ വേദന കുറയ്ക്കേണ്ടതിനും അതുപോലെ പ്രസവം എളുപ്പമാക്കുന്നതിനും വേണ്ടിയിട്ട് പുഷ് ചെയ്യേണ്ടത് ശരിയായ സമയത്ത് വേണം പുഷ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ശരിയായ സമയത്ത് പുഷ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഡെലിവറി ഈസി ആക്കാനും പെട്ടെന്ന് നടക്കാനും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മൾ ഡെലിവറി ടൈം എല്ലാവരും ഒരു ടെൻഷനോടുകൂടി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് പ്രസവം, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പ്രഗ്നൻസി ആണെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പ്രസവം എങ്ങനെ എളുപ്പമാകുമോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു ടെൻഷനായിരിക്കുമല്ലോ എല്ലാവർക്കും. നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ്. ദൈവം നമുക്ക് അറിഞ്ഞു തന്നിരിക്കുന്ന ഒരു കഴിവാണ്. അപ്പോൾ അത് നമുക്ക് സുഖമായിട്ടത് ചെയ്യാൻ പറ്റും. ആ ടൈമിൽ കുറച്ച് വേദന സഹിച്ചാലും നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യമാണ് ഡെലിവറി എന്ന് പറയുന്നത്. പിന്നെ സാഹചര്യങ്ങളനുസരിച്ച് നോർമൽ ഡെലിവറി ചില ഘട്ടങ്ങളിൽ നടക്കാതെ പോകുന്നു, അപ്പോൾ സിസേറിയൻ നടക്കും. നോർമൽ ഡെലിവറി ആണെങ്കിൽ പ്രസവ സമയത്ത് എങ്ങനെയാണ് പുഷ് ചെയ്യേണ്ടതെന്ന് ഓരോ ഗർഭിണികളും പ്രസവത്തിന് മുമ്പ് അറിഞ്ഞിരിക്കണം. കാരണം ശരിയായ രീതിയിലുള്ള പുഷ് ചെയ്യുന്നത് വജൈനൽ ടീയേഴ്സ് ഉണ്ടാവാതിരിക്കാനും കൂടുതൽ രീതിയിൽ ഉണ്ടാവാതിരിക്കാനും പ്രസവം പെട്ടെന്ന് നടക്കാനും പ്രസവവേദന കുറയ്ക്കാനും സഹായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ഡെലിവറി ടൈമിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിക്കാതെ എന്നെക്കൊണ്ടത് പറ്റും, എനിക്ക് പറ്റുന്നൊരു കാര്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതുപോലെ വേണ്ട എക്സസൈസ് കാര്യങ്ങൾ എല്ലാം ചെയ്യുക. ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുറേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കും. അതുപോലെ ഡെലിവറി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ടെൻഷൻ ആകാതെ, വേദന ഉണ്ടാവും, നല്ല വേദന ഉണ്ടാവുമെങ്കിലും നിങ്ങൾ മനസ്സിനെ കൂടുതൽ റിലാക്സ് ആക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഏത് ടൈമിലാണ് പുഷ് ചെയ്യുന്നത് ഡെലിവറിയുടെ നോർമൽ ഡെലിവറി നടക്കുമ്പോൾ സെക്കൻഡ് സ്റ്റേജിലാണ് പുഷിങ് നടക്കുന്നത്. പുഷ് ചെയ്യേണ്ട സമയമാകുമ്പോൾ നമ്മുടെ ശരീരം തന്നെ നമുക്കൊരു സിഗ്നൽ തരും. അതായത് പുഷ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബോഡിക്ക് തന്നെ അറിയാൻ പറ്റും. അതായത് പ്രസവവേദന എന്ന് പറയുന്നത് ആദ്യം ചെറിയ ഇൻ്റർവെൽസിലും പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി കൂടിയും കാഠിന്യം കൂടിയും കോൺട്രാക്ഷൻസ് വേദനയും കൂടി വരും. ഒരു 5 മിനിറ്റ് ഇടപെട്ട് ഇങ്ങനെ പ്രസവവേദന എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ 5 മിനിറ്റ് കൂടുമ്പോൾ തന്നെ കൺട്രാക്ഷനും വേദനയും വന്നു പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പ്രസവവേദന അതായത് എൻ്റെ പീക്ക് ടൈമിൽ പെയിൻ്റെ പീക്ക് ടൈമിലെത്തുമ്പോഴാണ് നിങ്ങൾ പുഷ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത്. ഡോക്ടേഴ്സും നഴ്സുമാരും നിങ്ങൾക്ക് നിർദ്ദേശം തരും പുഷ് ചെയ്യേണ്ടത് എപ്പോഴാണ്. ആ ടൈം ആകുമ്പോൾ അവർ പറയുന്നതിന് മുമ്പേ നിങ്ങൾ പുഷ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ലോസ് നിങ്ങൾക്കുണ്ടാവും. കാരണം ആവശ്യ സമയത്ത് മാത്രം അത് ചെയ്യുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് എനർജി നഷ്ടപ്പെടുകയാണ്. അപ്പം വേണ്ട സമയത്ത് പുഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യം നിങ്ങൾക്ക് ശരീരത്തിന് കാണത്തില്ല. അതുകൊണ്ട് വേദന വരുമ്പോൾ മാത്രം, അത്രയും പീക്ക് ടൈമിൽ എത്തുമ്പോൾ മാത്രമേ പുഷ് ചെയ്യാൻ പാടുള്ളൂ. വേദന ഇല്ലാത്ത സമയത്ത് പുഷ് ചെയ്യാൻ പാടില്ല. അപ്പം ആ ടൈമിലേക്ക് വേണ്ട എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആ ടൈമിൽ നിങ്ങൾ അതായത് നമ്മൾ ബ്രീത്തിങ് നല്ല ഡീപ്പ് ബ്രീത്ത് എടുത്ത് വിടണം. ഈ വേദന വരുന്ന സമയത്ത് വേദന കുറയ്ക്കാൻ അത് വളരെ സഹായിക്കുന്ന ഒന്നാണ്. അതായത് നമ്മളൊരു ബലൂണിലേക്ക് നമ്മൾ ഊതുമ്പോൾ എങ്ങനെ ശക്തിയായിട്ട് കാറ്റ് ഊതത്തില്ലേ, അപ്പോൾ അതൊക്കെ അല്ലാതെ നല്ല രീതിയിൽ ഊതും. അല്ലെങ്കിൽ നമ്മളൊരു തീ അണയ്ക്കാൻ വേണ്ടി ഊതത്തില്ലേ, ഭയങ്കര ശക്തിയിൽ ഊതുന്ന ആ രീതിയിൽ വേണം ബ്രീത്തിങ് ചെയ്യാൻ. അതായത് ഡീപ്പ് ബ്രെത്ത് ഉള്ളിലേക്ക് ശ്വാസം എടുത്തിട്ട് തിരിച്ചിപ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്നത് വായിൽ കൂടെ ആയിരിക്കണം. അപ്പം വായിൽ ഇങ്ങനെ ശക്തിയായി ഊതുന്ന രീതിയിൽ വേണം ശ്വാസം പുറത്തേക്ക് വിടുന്നത്. ആ പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്കിപ്പോൾ കോൺസ്റ്റിപ്പേഷനൊക്കെ വരുമ്പോൾ നമ്മൾ മുക്കുന്ന ആ ടൈമിൽ വാ കൂട്ടിപ്പിടിച്ച് ഇറുക്കിപ്പിടിച്ച് രീതിയിൽ നിങ്ങൾ പുഷ് ചെയ്യരുത്. അപ്പം വജൈനൽ ടിയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ മസിൽസ് ടൈറ്റ് ആവും, റിലാക്സായി അത് ആ ഒരു സ്ട്രെച്ച് നല്ല രീതിയിൽ നടക്കത്തില്ല. അതുകൊണ്ട് പുഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഡെലിവറി ടൈമിൽ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെയിനോ ടെൻഷനോ ഉണ്ടെങ്കിലും ഈ സർവിക്സിൻ്റെ വികാസം, അതായത് നോർമൽ ഡെലിവറി നടക്കണമെങ്കിൽ 0 to 10 സെൻറ്റിമീറ്റർ ഗർഭാശയമുഖം വികസിച്ചാൽ മാത്രമേ നോർമൽ ഡെലിവറി നടക്കുകയുള്ളൂ. നല്ല പുഷ് ചെയ്യേണ്ട സമയം എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ തല വജൈനൽ ഭാഗത്ത് ഗർഭാശയമുഖത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അതുപോലെ നിങ്ങളുടെ വേദന അത്രമാത്രം കാഠിന്യ അവസ്ഥയിലായിരിക്കും. ആ ടൈമിലാണ് നമ്മൾ പുഷ് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ അപ്പോഴാണ്. ഒരു ലേബറിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് ഈ പുഷിങ് എന്ന് പറയുന്നത്. അപ്പം 10 സെൻറ്റിമീറ്ററോളം ഗർഭാശയമുഖം വികസിച്ചാൽ മാത്രമേ കുഞ്ഞിൻ്റെ തല ഗർഭാശയമുഖത്തോടുകൂടി വെളിയിലേക്ക് വരും, കുഞ്ഞ് പുറത്തേക്ക് വരികയുള്ളൂ. ആ പുഷിങ് ടൈം കറക്റ്റ് ആയാലും വേണ്ട രീതിയിലും ശരിയായ രീതിയിൽ നിങ്ങൾ പുഷ് ചെയ്താൽ മാത്രമേ 2-3 പുഷിങ്ങിൽ കുഞ്ഞ് പുറത്തേക്ക് വരികയുള്ളൂ.
അല്ലാതെ നിങ്ങൾ ആവശ്യമില്ലാത്ത സമയത്തും എല്ലാം നിങ്ങൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ എനർജിയും ലോസ് ആവും, ഡെലിവറിയുടെ ടൈമും നീണ്ടുപോകും, കുഞ്ഞിന് പെട്ടെന്ന് പുറത്തേക്ക് വരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.